ഞാൻ ഈ കുട്ടനാട്ടിൽ ഇറങ്ങുമ്പോൾ എനിക്ക് അവിടുത്തെ ഒരു പ്രശ്നങ്ങൾ കണ്ട് മനസ്സിലാക്കുമ്പോൾ കഴിവില്ലായ്മയുടെ പര്യായമായിട്ടേ കഴിഞ്ഞ കാലങ്ങളിൽ കാണാൻ പറ്റൂ. ആരെങ്കിലും അറിവില്ലാത്തൊരു പഠിച്ചിട്ട് ചെയ്യണം. അവിടെ നമ്മൾ ആ സ്ഥലത്ത് ഇറങ്ങി നടക്കുമ്പോൾ, ഞാൻ നടന്നത് ആദ്യമേ തോമസിൻ്റെ കൂടെയാണ്, സിറ്റിംഗ് MLA കൂടെയാണ്. ഞാൻ NCPയിലാണ് വന്നത്. തീർച്ചയായിട്ടും എൻ്റെ ജീവിതം സാധാരണക്കാരൻ്റെ കൂടെ നിന്നുകൊണ്ടുള്ളതാണ്. സാധാരണക്കാരൻ്റെ പ്രയത്നത്തിലാണ് ഞാൻ എവിടെ എത്തിയിട്ടുണ്ടെങ്കിലും അത് തന്നെയാണ്. ഇപ്പോഴും ഈ സർക്കാർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് ഈ പറഞ്ഞ കൂട്ടുള്ളതാണ്. ഭീമമായ കോടികൾ, നമുക്കറിയാം എല്ലാവർക്കും ഇഷ്ടം കോടികളുടെ പ്രൊജക്റ്റാണ്. അപ്പം ഇവിടെ പ്രാദേശിക കുടിവെള്ള പദ്ധതി എന്ന എൻ്റെ മനസ്സിലെ ചിന്ത എല്ലാ പഞ്ചായത്തുകളിലും ഞാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ജനപ്രതിനിധികൾ പറയും, ഇവിടെ ഞാൻ ചോദിക്കും, എന്താണ് നിങ്ങൾ ഇവിടെ പ്രാദേശികമായിട്ട് കുടിവെള്ള പദ്ധതി ചെയ്യാത്തത്? ഇപ്പോഴും എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, ഞാൻ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങുന്നത് നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടുകൊണ്ട് മാത്രമാണ്. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ അവിടെ നമുക്ക് രാഷ്ട്രീയം, ഞാനൊരു കേരള കോൺഗ്രസിൻ്റെ വൈസ് ചെയർമാനാണ്. അവിടെ ഒരു രാഷ്ട്രീയം പറയാൻ പറ്റത്തില്ല. കാരണം എന്താ, അവിടെ കഴിഞ്ഞ 20 വർഷം അല്ലെ 50 വർഷം എടുത്ത് നോക്കിയാൽ കുടിക്കാൻ വെള്ളമോ യാതൊരു സൗകര്യമോ ഉണ്ടാക്കി കൊടുക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഞാൻ പ്രതിനിധാനം ചെയ്ത രാഷ്ട്രീയ പാർട്ടികൾക്കോ അതല്ലെങ്കിൽ ഇപ്പം ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒന്നും നടന്നിട്ടില്ല. അവിടെ പോയി രാഷ്ട്രീയം അവരുടെ പറയുന്നത് എനിക്ക് ഭയമാണ്. കഴിഞ്ഞ കാലത്തും സർക്കാർ പറഞ്ഞത് 7 നില ഹെലിപ്പാഡുള്ള ഹോസ്പിറ്റൽ, 7 നിലയും വന്നില്ല, ഹെലിപ്പാഡും വന്നില്ല. മനുഷ്യൻ കയറാൻ അറയ്ക്കുന്ന, ഒരു മനുഷ്യന് കയറി നടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു താലൂക്ക് ഹോസ്പിറ്റലായിരുന്നു അവിടെയുള്ളത്. ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട് വളർന്നു. നമ്മുടെ കേരളം, നമ്മൾ പറയും അതിദരിദ്രരില്ലാത്തൊരു നാട്. എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം 100 കണക്കിന് അതിദരിദ്രരെ കുട്ടനാട്ടിൽ. പിന്നെ ഞാനിവിടെ കാണുമെന്നുള്ളത്, കുട്ടനാട്ടിൽ കാണുമെന്നുള്ളത് ഒരു കാര്യം ചെയ്താൽ മതി. കഴിഞ്ഞ 5 വർഷത്തെ എൻ്റെ പാസ്പോർട്ട് എടുത്ത് നോക്കിയാൽ മതി. ഞാൻ എത്ര നാൾ ഈ നാട്ടിൽ ഉണ്ടായിരുന്നെന്നും എത്ര നാൾ പുറത്ത് പോയെന്ന് നോക്കിയാൽ മാത്രം മതി. കാരണം ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം ഊണും ഉറക്കവും ഇല്ലാതെ നടപ്പിലാക്കുക എന്നുള്ളേ ഉള്ളൂ. അത് ഞാൻ ഈ ജനങ്ങളോട് പറയുന്നുണ്ട്. ഞാനൊരു ജനപ്രതിനിധിയായിട്ട് വന്നാൽ എൻ്റെ ശമ്പളം ഞാൻ ബില്ല് സഹിതം, സർക്കാരിൽ നിന്ന് മേടിക്കുന്ന ബില്ല് സഹിതം കൊണ്ടുവന്ന് ഇവിടുത്തെ ക്യാൻസർ രോഗികൾക്ക് മരുന്ന് മേടിക്കാൻ കൊടുക്കും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDFിനും ഏറ്റവും തിരിച്ചടിയേറ്റ ജില്ലകളിലൊന്നായിരുന്നു ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിൽ രമേശ് ചെന്നിത്തല പ്രതിനിധാനം ചെയ്യുന്ന ഹരിപ്പാട് ഒഴികെ ഒരു നിയോജക മണ്ഡലത്തിൽ പോലും വിജയിക്കുവാൻ UDFിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 2026 ചരിത്രം തിരുത്തി കുറിക്കുമെന്ന അവകാശവാദമാണ് ഇപ്പോൾ UDF ക്യാമ്പുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. UDFിനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ തിരികെ പിടിക്കാൻ പോകുന്ന ആദ്യ മണ്ഡലമായി അവർ വിലയിരുത്തുന്നത് കുട്ടനാടാണ്. കുട്ടനാട്ടിൽ നിന്ന് മത്സരരംഗത്തേക്ക് എത്തുവാൻ പോകുന്നത് PJ ജോസഫിൻ്റെ പാർട്ടിയുടെ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ വൈസ് ചെയർമാനായ ശ്രീ റെജി ചെറിയാനാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കുട്ടനാടിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മളുമായി ചർച്ച ചെയ്യുവാൻ അദ്ദേഹം സ്റ്റുഡിയോയിലുണ്ട്. ഹാർദവമായി ശ്രീ റെജി ചെറിയാനെ സ്വാഗതം ചെയ്യുന്നു. സാർ, സ്വാഗതം. നമസ്കാരം. നമുക്കറിയാം, 2 പതിറ്റാണ്ട് കാലമായി കുട്ടനാടിനെ സംബന്ധിച്ച് ജനപ്രതിനിധിയായിരിക്കുന്നത് തോമസ് ചാണ്ടിയായിരുന്നു. 2021 അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ തോമസ് കെ തോമസ് ജനപ്രതിനിധിയാവും. ഇപ്പോൾ ആളുകൾ പറയുന്നത് കുട്ടനാട് ഒരു VIP മണ്ഡലമായി മാറുന്നു, മുതലാളിമാർ പ്രതിനിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മണ്ഡലമായി മാറുന്നു. താങ്കളും ഒരു പ്രവാസി വ്യവസായിയായിരുന്നു. എങ്ങനെയാണ് ശ്രീ റെജി ചെറിയാൻ എന്ന വ്യക്തി, ആലപ്പുഴക്കാരനായ, കുട്ടനാട് ബൗണ്ടറിയോട് ചേർന്ന് ജീവിതം ആരംഭിച്ച ഒരു വ്യക്തി, ഒരു പ്രവാസി വ്യവസായിയായി മാറിയത്? ഞാൻ ആദ്യമായിട്ട് ഒരു ജോലിയിൽ കയറുന്നത് നാഗാലാൻഡ് എന്ന് പറയുന്ന സംസ്ഥാനത്താണ്. 3 വർഷം അവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഈ പറയുന്നതുകൊണ്ട് ദൈവം വിളിച്ചു, നേരെ കൊണ്ടുപോയി വളരെ ചെറിയൊരു ശമ്പളത്തിൽ. കാരണം ബേസിക് അന്നത്തെ കാലത്തെ 1989 6000 രൂപ മാസശമ്പളത്തിൽ മസ്കറ്റിൽ ജോലി ചെയ്ത് തുടങ്ങിയ വ്യക്തിയാണ് ഞാൻ. എൻ്റെ കഴിവും 24 മണിക്കൂർ ജോലി ചെയ്യാനും പഠിക്കാനും ഉള്ള കഴിവും എന്നെ ഓരോ തലങ്ങളിലോട്ട് കൊണ്ടുപോകുമായിരുന്നു ദൈവം.
അതെനിക്ക് അത് എൻ്റെ എൻ്റെ 24 മണിക്കൂറത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് അവിടെ തുടങ്ങിയത് 1990 ആണ് ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്നത്. ആ ചെറിയ രീതിയിൽ തുടങ്ങിയ ബിസിനസ് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എൻ്റെ 24 മണിക്കൂറത്തെ ജോലിയുടെ ഫലം കൊണ്ടെത്തിച്ചത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇരിക്കുന്ന മനുഷ്യനായിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ മനസ്സിലാക്കുന്നത് കൺസ്ട്രക്ഷൻ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് താങ്കളുടെ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നത്. പിന്നീട് അത് വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുന്നു, സ്വന്തം നാട്ടിൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിലേക്ക്, റിസോർട്ട് മേഖലയിലേക്കൊക്കെ കടന്നു വരുന്നു. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട്, ഈ ഡൈവേഴ്സിഫിക്കേഷൻ്റെ കാഴ്ചപ്പാട് താങ്കളിൽ രൂപീകൃതമായതെന്ന് മുതലാണ്? അതൊരു സംരംഭകൻ എന്ന നിലയിലാണോ, അതോ ഒരു സമൂഹത്തിന് എന്തെങ്കിലും തിരികെ? കാരണം വിദ്യാഭ്യാസ മേഖലയൊക്കെ തീർച്ചയായിട്ടും. കാരണം ഞാൻ എൻ്റെ ഒരു വളർച്ചയുടെ ഇങ്ങനെ ബിസിനസ് ചെയ്ത് പോകുന്ന കാലഘട്ടത്തിൽ എനിക്കൊരാഗ്രഹം വന്നു, എനിക്കൊരു സ്കൂള് വേണമെന്ന്. കാരണം എൻ്റെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വരെ ഒരു സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൽ പബ്ലിക് മാനേജ്മെൻറ്റിൽ കയറണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവുകയും അതിനുവേണ്ടി അവിടെ നിൽക്കുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് തോന്നിയതാണ് ഒരു സ്കൂൾ എനിക്ക് വേണമെന്നെൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമാണ്. അത് ഞാൻ ഈ മസ്കറ്റ് വിട്ട് UAE വന്ന സമയത്ത് 2010 അത് എൻ്റെ ആ ആഗ്രഹം സഫലീകരിക്കുന്നത്. അങ്ങനെ ഒരു സ്കൂൾ ഞാൻ മേടിച്ചു. സ്കൂൾ എൻ്റെ സത്യത്തിൽ ഒരു സൈഡ് ബിസിനസ്സാണ്. എൻ്റെ തുടക്കം മുതലും ഇന്നും അത് എൻ്റെ മകൻ നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ എൻ്റെ ബിസിനസ് എൻജിനീയറിംഗ് കൺസൾട്ടൻസിയാണ്. ഞാൻ ഈ കുട്ടനാട്ടിൽ ഇറങ്ങുമ്പോൾ എനിക്ക് അവിടുത്തെ ഒരു പ്രശ്നങ്ങൾ കണ്ട് മനസ്സിലാക്കുമ്പോൾ കഴിവില്ലായ്മയുടെ പര്യായമായിട്ടേ കഴിഞ്ഞ കാലങ്ങളിൽ കാണാൻ പറ്റൂ. ആരെങ്കിലും അങ്ങനെ അറിവില്ലാത്തൊരു പഠിച്ചിട്ട് ചെയ്യണം. അവിടെ നമ്മൾ ആ സ്ഥലത്ത് ഇറങ്ങി നടക്കുമ്പോൾ, ഞാൻ നടന്ന ആദ്യമേ തോമസിൻ്റെ കൂടെയാണ്, സിറ്റിംഗ് MLAയുടെ കൂടെയാണ്. ഞാൻ NCPയിലാണ് വന്നത്. അങ്ങനെ നടന്ന് നമ്മൾ കാണുമ്പോൾ എന്താണ് ഈ നാട്ടിൽ ഇങ്ങനെ ആയിപ്പോയത് എന്നൊരു ചിന്ത, അത് ഞാൻ വന്ന വഴികളും ഞാൻ പഠിച്ചതും വെച്ച് ഞാൻ ചെയ്ത ഈ പറഞ്ഞല്ലോ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിയിൽ ഈ 35 വർഷത്തെ പരിചയം വെച്ച് ഞാൻ നോക്കുമ്പം എന്തുകൊണ്ട് അവിടെ ഈ 50 വർഷം പറയണം, 20 വർഷമല്ല, കുടിക്കാൻ വെള്ളം കൊടുക്കാൻ സാധിച്ചില്ല ജനങ്ങൾക്ക്? എന്തുകൊണ്ട് ഇത്രയും ക്യാൻസർ രോഗികളുണ്ടായി? അപ്പോൾ ചെറിയ രീതിയിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം പോലും പരിഹരിക്കാൻ ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. അത് അന്നേരം നമ്മുടെ ആ മുൻകാല പരിചയം വെച്ച് ഇവിടെ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ അന്ന് മുതൽ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുകയും അതിനുള്ള പരിഹാരം ഒരു ജനപ്രതിനിധി അല്ലാതെ ഇരുന്നിട്ട് പോലും ആ പരിഹാരം ഞാൻ കണ്ടുപിടിച്ചു. കാരണം ഒരു കാരണവശാലും കുട്ടനാട്ടിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുവാൻ എവിടെയെങ്കിലും ഒരു വലിയ ജലവിതരണ പദ്ധതിയല്ല, പ്രാദേശിക കുടിവെള്ള പദ്ധതി അവിടെ നടപ്പിലാക്കണം. കാരണം എന്താ, അവിടെ ആറുകളും വയലുകളും കായലുകളും താണ്ടിയാണ് ഒരു പഞ്ചായത്തിൻ്റെ വാർഡുകളിൽ വെള്ളം എത്തേണ്ടത്. അത് വളരെ വലിയ ഭീമമായ ചിലവുകളുണ്ടാകും. ഇപ്പോഴും ഈ സർക്കാർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് ഈ പറഞ്ഞ കൂട്ടുള്ളതാണ്. ഭീമമായ കോടികൾ, നമുക്കറിയാം, എല്ലാവർക്കും ഇഷ്ടം കോടികളുടെ പ്രൊജക്റ്റാണ്. അപ്പം ഇവിടെ പ്രാദേശിക കുടിവെള്ള പദ്ധതി എന്ന എൻ്റെ മനസ്സിലെ ചിന്ത എല്ലാ പഞ്ചായത്തുകളിലും ഞാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ജനപ്രതിനിധികൾ പറയും, ഇവിടെ ഞാൻ ചോദിക്കും, എന്താണ് നിങ്ങൾ ഇവിടെ പ്രാദേശികമായിട്ട് കുടിവെള്ള പദ്ധതി ചെയ്യാത്തത്? ഒരു അന്നേരം അവരുടെ മറുപടി എന്ന് പറഞ്ഞാൽ, ഇവിടെ ഞാൻ പറയും എന്തുകൊണ്ട് ബോർവെൽ അടിക്കുന്നില്ല? അത് ബോർവെല്ലിൽ കുഴിക്കുമ്പോൾ കുറച്ച് ചെല്ലുമ്പോൾ വാടയാണ് വരുന്നത്. അപ്പം അത് ടെക്നിക്കലി എന്താണ് ആ വാട വരാൻ കാരണം എന്നെനിക്ക് അന്നേരം മനസ്സിലായി. കാരണം 60 മീറ്റർ ചെല്ലുമ്പോൾ അവിടെ വാട വരും. കാരണം 60 മീറ്റർ ചെളിയാണ് കുട്ടനാട്ടിൽ. ഞാൻ തന്നെ എന്ത് ചെയ്തു, ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് ഇനിയും ഞാൻ എവിടെയെങ്കിലും പോയി തർക്കിക്കണമെങ്കിൽ എനിക്ക് മനസ്സിലാക്കണം. ഞാൻ തന്നെ എൻ്റെ സ്ഥലത്ത് കുട്ടനാട്ടിൽ തന്നെ മങ്കൊമ്പിൽ ഞാൻ തന്നെ ഒരു കിണർ 200 മീറ്റർ താഴ്ച ഞാൻ നിന്നുകൊണ്ട് ചെയ്യിക്കുകയും അതിൽ നിന്ന് നല്ല ശുദ്ധമായ വെള്ളം വരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ അവിടെ എല്ലായിടത്തും പറയുന്നത്, ഇവിടെ പ്രാദേശിക കുടിവെള്ള പദ്ധതി മതി. അതേ ഈ നാട്ടിൽ നിങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനും ക്യാൻസർ രോഗികളുടെ എണ്ണം കുറയ്ക്കുവാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് എന്താണ്, ഞാൻ പഠിച്ച
വഴിയിൽ നിന്ന് വന്നതുകൊണ്ടാണ്. ആ അറിവ് എനിക്കുള്ളത് കൊണ്ടാണ് ഇതാണേലും അവിടുത്തെ എന്തെല്ലാം പ്രശ്നങ്ങൾ എന്നാൽ പരിഹരിക്കപ്പെടും, ഞാൻ എങ്ങനെ പരിഹരിക്കും എന്ന് ഞാനൊരു ചെറിയ ഹാൻഡ് ബുക്ക് ഉണ്ടാക്കി എല്ലാ ജനങ്ങൾക്കും വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കട്ടെ, താങ്കളിപ്പോൾ ആലപ്പുഴ കുട്ടനാടിനോട് ചേർന്ന് താങ്കളൊരു നക്ഷത്ര ഹോട്ടൽ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തി അവിടെ ഉണ്ടായിട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളാണോ കുട്ടനാട്ടിലെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് ചിന്തിക്കുവാനും പൊതുരംഗത്തേക്ക് വരുവാനും പ്രേരിപ്പിച്ചത്? ഞാൻ ആലപ്പുഴയിൽ എത്തി. ആലപ്പുഴ എന്ന് പറയുന്നത് ഒരു ട്രേഡ് യൂണിയൻ രംഗത്ത് ഏറ്റവും വലിയ പ്രശ്നമുള്ള ഒരു സ്ഥലമാണ്. ആരെങ്കിലും നിക്ഷേപം നടത്താൻ അപകടകരമായ ആരെങ്കിലും എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കൾ ചോദിക്കും എവിടെയാ പണിയുന്നത്, അത് ആലപ്പുഴ. അയ്യോ ആലപ്പുഴയൊന്നും ചോദിക്കും. കാരണം അത്രയ്ക്ക് ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങളും ലോഡിങ് അൺലോഡിങ് പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഞാൻ വന്നു, അറിയാമല്ലോ, എൻ്റെ ഇടപെടലും ഞാൻ ആൾക്കാരുമായിട്ട് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലായി കഴിയുമ്പോൾ അവരെല്ലാവരും എന്നോട് സഹകരിക്കുകയും വളരെ ഞാൻ എങ്ങനെ ആഗ്രഹിച്ചോ ആ രീതിയിൽ. അതിനൊരു കാരണമുണ്ട്. കാരണം ഞാൻ ഒരു മൂന്നാമതൊരാളിനെ പണിയാൻ ഏൽപ്പിച്ചിട്ട് പോയ വ്യക്തിയല്ല. ഞാൻ അതിനു വേണ്ടി വന്ന് 24 മണിക്കൂർ രാത്രിയും പകലുമില്ലാതെ ഞാനായിരുന്നു അതിൻ്റെ എൻജിനീയർ, ഞാനായിരുന്നു അതിൻ്റെ ഫോർമാൻ, ഞാനായിരുന്നു അതിൻ്റെ ലേബർ, എല്ലാം ഞാൻ തന്നെയായിരുന്നു. ഞാൻ പുറത്തുനിന്ന് ഒരു ഏജൻസിയും വെച്ചിട്ടില്ല, ഒരു എൻജിനീയറേയും വെച്ചിട്ടില്ല. എൻ്റെ സ്വന്തം ഡിസൈനിൽ ഞാൻ തന്നെ ചെയ്ത് ഞാൻ തന്നെ നിന്ന് എൻ്റെ പ്രയത്നത്തിൽ മാത്രം കംപ്ലീറ്റ് ചെയ്തൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ എനിക്കുണ്ടായ ബന്ധമെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ അവിടെ കുട്ടനാട്ടിലെ വളരെയധികം പാവപ്പെട്ട ഒരു ജോലി ചെയ്യുന്നുണ്ട്. ഇവരുടെ എല്ലാം കഷ്ടപ്പാടുകൾ കേൾക്കുകയും അറിയുകയും ഇവരുടെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മളവിടെ പോവുകയും ചെയ്തുകൊണ്ടപ്പോഴാണ് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായത്. കാരണം എന്തുകൊണ്ട് നമുക്കിതിനുള്ള കഴിവുകൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഒന്ന് ഇറങ്ങിക്കൂടാ? അതല്ലാതെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല, എങ്ങൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പോഴും എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, ഞാൻ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങുന്നത് നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടുകൊണ്ട് മാത്രമാണ്. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ അവിടെ നമുക്ക് രാഷ്ട്രീയം, ഞാനൊരു കേരള കോൺഗ്രസിൻ്റെ വൈസ് ചെയർമാനാണ്. അവിടെ ഒരു രാഷ്ട്രീയം പറയാൻ പറ്റത്തില്ല. കാരണം എന്താ, അവിടെ കഴിഞ്ഞ 20 വർഷം അല്ലെ 50 വർഷം എടുത്ത് നോക്കിയാൽ കുടിക്കാൻ വെള്ളമോ യാതൊരു സൗകര്യമോ ഉണ്ടാക്കി കൊടുക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഞാൻ പ്രതിനിധാനം ചെയ്ത രാഷ്ട്രീയ പാർട്ടികൾക്കോ അതല്ലെങ്കിൽ ഇപ്പം ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒന്നും നടന്നിട്ടില്ല. അവിടെ പോയി രാഷ്ട്രീയം അവരുടെ പറയുന്നത് എനിക്ക് ഭയമാണ്. കാരണം പ്രതികരിക്കുന്ന ശേഷിയുള്ള ജനങ്ങളാണെങ്കിൽ അവർ പ്രതികരിക്കും. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ അവർ പറയുന്നത് എന്താ പറയുക, ഞങ്ങളുടെ പ്രതികരണശേഷി ഇല്ല, നഷ്ടപ്പെട്ടു. കാരണം ഞങ്ങൾ ഇനി ഒരിക്കലും ഒന്നും നടക്കില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അങ്ങനെ പോകുന്ന ഒരു ജനവിഭാഗം അവിടെയുള്ളത്. ഇപ്പോൾ കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രവാസി MLA അല്ല താങ്കൾ വിജയിച്ചാൽ ലഭിക്കാൻ പോകുന്നത്. നാടറിയുന്ന, നാട്ടുകാരെ അറിഞ്ഞ് നാട്ടുകാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പോകുന്ന ഒരു ജനപ്രതിനിധിയാണെന്ന് അവർക്ക് വിശ്വസിക്കാമോ? തീർച്ചയായിട്ടും. എൻ്റെ ജീവിതം സാധാരണക്കാരൻ്റെ കൂടെ നിന്നുകൊണ്ടുള്ളതാണ്. സാധാരണക്കാരൻ്റെ പ്രയത്നത്തിലാണ് ഞാൻ എവിടെ എത്തിയിട്ടുണ്ടെങ്കിലും അത് തന്നെയാണ്. അവരുടെ കൂടെ നിൽക്കുകയും അവർക്ക് വേണ്ടി ചെയ്യുകയും, കാരണം അതിന് യാതൊരു സംശയം ഉണ്ടാകത്തില്ല. കാരണം എങ്ങനെയാണെന്ന് പറഞ്ഞാലും ജനങ്ങളുടെ കൂടെ, ഈ കുട്ടനാട്ടിലെ ജനങ്ങളുടെ കൂടെ. കാരണം ഞാനെപ്പോഴും കുട്ടനാട്ടിൽ ചെല്ലുമ്പോൾ അവരോട് പറയും, എൻ്റെ നാട്ടിൽ എന്നെ കാണാൻ ഒരു ക്യാൻസർ രോഗി എൻ്റെ വീട്ടിൽ വരുന്ന ഒരു മാസം ചിലപ്പോൾ ഒരാളൊക്കെയാണ്. പക്ഷേ കുട്ടനാട്ടിൽ ഒരു വാർഡ് ഞാൻ ചെല്ലുമ്പോൾ വരുന്ന 20, 25, 50 പേരാണ്. കുട്ടനാട്ടിലെ ക്യാൻസറിനെ കുറിച്ച് താങ്കൾ പറയുന്നു, അതങ്ങനെ വലിയ ചർച്ചാ വിഷയമാകാത്ത എന്താണ് കുട്ടനാട്ടിൽ താങ്കൾ പറയുന്നത് പോലെ ക്യാൻസർ രോഗികൾ ഉണ്ടാകുവാനൊരു കാരണമെന്ന് അങ്ങ് വിലയിരുത്തുന്നത്? കുട്ടനാട്ടിലെ ഒരു പഞ്ചായത്തും അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ അവർക്ക് നടന്നു ചെല്ലാൻ, കയറി ചെല്ലാൻ പറ്റാത്ത വഴികളൊന്നും ഇവരാരും പോകാറില്ല. അവിടെ ജനങ്ങൾ താമസിക്കുന്നത് മൊത്തം വളരെ പ്രയാസപ്പെട്ട സ്ഥലങ്ങളിലാണ്. അവിടെ എങ്ങും ചെന്നിട്ട് ഇവർ ഇന്ന് വരെ ഒരു പഞ്ചായത്ത് ഒരു സർവേ ചെയ്തിട്ടില്ല. നമ്മളിപ്പം ഈ സ്ഥലങ്ങളെല്ലാം നടന്ന് കയറുമ്പോൾ കാണുന്നത് വളരെ പാവങ്ങളും അസുഖങ്ങളാൽ പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത ജനങ്ങളെയും കാണുന്ന സ്ഥലമാണ്. എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പം ഏറ്റവും പ്രധാനം കുടിവെള്ളമാണ്. അവിടെ കുടിവെള്ളത്തിൽ നിന്നാണോ ക്യാൻസർ ഉണ്ടാകാൻ? അവിടെ നമ്മുടെ കൃഷിസ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ, രാസവളം, ഈ രാസവളങ്ങൾ നമുക്കറിയാം, ആദ്യമേ വെള്ളം അടിച്ച് പറ്റിക്കുന്നു. കൃഷി ചെയ്യുമ്പോൾ വിത്ത് വിതയ്ക്കുന്നു. ഇതിനകത്തിൽ ഏതൊക്കെ രീതിയിൽ കൃഷിക്കാരനെ സംബന്ധിച്ചോളം അവൻ
ഏതെങ്കിലും രീതിയിൽ ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്യാതിരിക്കണമെങ്കിൽ അവൻ ആ ഉൽപ്പന്നം കിട്ടണം എങ്ങനെയെങ്കിലും എല്ലാ ദൈവങ്ങളെയും വിളിച്ച് അവനത് 90 ദിവസം 100 ദിവസം കാത്തു സൂക്ഷിക്കുന്നു. ഈ സമയത്ത് അവരുപയോഗിക്കുന്ന ഈ രാസവസ്തുക്കൾ അത് കൊയ്ത്ത് കഴിയുമ്പോൾ വെള്ളം അടിച്ച് തിരിച്ച് കയറ്റുകയും അത് വിത സമയത്ത് തിരിച്ചിറക്കുകയും ചെയ്യുമ്പം ഈ വിഷാംശം മൊത്തം ഇതിനകത്തിലാവുക, അതായത് കുട്ടനാട്ടിലെ ജലാശയങ്ങളിൽ പടരുകയാണ്. പിന്നെ ആയിരക്കണക്കിന് ഹൗസ് ബോട്ടുകളിൽ നിന്ന് വരുന്ന മാലിന്യങ്ങളും ഉണ്ട്. ഇവരെല്ലായിടത്തും എവിടെ ചെല്ലുമ്പോഴും പറയുന്നുണ്ട് ഇതിന് പരിഹാരം ഉണ്ടാകും. ഇതിന് പരിഹാരം ഉണ്ടാവാതെ അവിടുത്തെ ക്യാൻസർ രോഗികളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ അവർക്ക് പോകാനൊരു ഹോസ്പിറ്റലില്ല. അവിടെ കഴിഞ്ഞ കാലത്തും സർക്കാർ പറഞ്ഞത് 7 നില ഹെലിപ്പാഡുള്ള ഹോസ്പിറ്റൽ, 7 നിലയും വന്നില്ല, ഹെലിപ്പാഡും വന്നില്ല. മനുഷ്യൻ കയറാൻ അറയ്ക്കുന്ന, ഒരു മനുഷ്യന് കയറി നടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു താലൂക്ക് ഹോസ്പിറ്റലായിരുന്നു അവിടെയുള്ളത്. ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട് വളർന്നു, നമ്മുടെ കേരളം നമ്മൾ പറയും അതിദരിദ്രരില്ലാത്ത ഒരു നാട്. എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം 100 കണക്കിന് അതിദരിദ്രരെ കുട്ടനാട്ടിൽ. ഞാൻ ചോദിക്കട്ടെ, ആയിരക്കണക്കിന് കാണിച്ചു തരാം, 100 അല്ല. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ പറയുന്നു കഴിഞ്ഞ 50 വർഷമായി ഒരു ജനപ്രതിനിധിക്കും അവിടെ പ്രതിപക്ഷ ഭേദമന്യേ കുടിവെള്ളം, ശുദ്ധമായ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. റെജി ചെറിയാൻ ജനപ്രതിനിധിയായാൽ എത്ര നാളിനുള്ളിൽ പരിഹാരമുണ്ടാകും? 6 മാസം. ഞാൻ മറ്റുള്ളവർ പറയുന്ന തൊട്ട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇവരോട് പറഞ്ഞത് ഈ 20 വർഷവും പറഞ്ഞ നീരേറ്റുപുറം ഇല്ല. കുടിവെള്ള പദ്ധതി അവിടുന്ന് പൈപ്പിട്ട് വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇനി 5 വർഷം കഴിഞ്ഞാൽ നടക്കില്ല. പ്രാദേശിക കുടിവെള്ള പദ്ധതി നമുക്കറിയാം. ഒരു കിണറിൽ നിന്ന് വരുന്ന നല്ല താഴ്ചയിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ഒരു വിഷാംശവുമില്ല. ഒരു 100 മീറ്റർ 150 മീറ്റർ താഴെ നിന്ന് വരുന്ന വെള്ളം ഒരു വിഷാംശവുമില്ല. അത് നേരെ പമ്പ് ചെയ്ത് അണ്ടർഗ്രൗണ്ട് വാട്ടറാണ്. പക്ഷേ കുട്ടനാട്ടിൻ്റെ ഈ ഭൂഘടന അനുസരിച്ച് അണ്ടർഗ്രൗണ്ട് വാട്ടർ കിട്ടും. 4 വർഷം വെള്ളം കിടക്കുന്ന ഈ നാട്ടിൽ കിട്ടുന്നിടമ്പോൾ മരുഭൂമി കിട്ടുന്നില്ലേ? ഞങ്ങളൊക്കെ മരുഭൂമിയിൽ 200, 300, 400 മീറ്റർ താഴ്ചയെന്ന കിണറിൽ വെള്ളം എടുക്കുന്നത്. കാരണം അതിന് മുകളിൽ നിറക്കാൻ പോയാൽ ഉപ്പുവെള്ളം കിട്ടും. മാക്സിമം ഡെപ്തിൽ പോയി എടുക്കുമ്പോൾ വെള്ളം കിട്ടണം. വെള്ളം കിട്ടുന്നിടത്ത് വരെ പോകണം. ജനകീയ ആവശ്യമാണ്. ഞാൻ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണ്. അതായത് റെജി ചെറിയാൻ എന്ന പൊതുപ്രവർത്തകനല്ല, റെജി ചെറിയാൻ എന്ന രാഷ്ട്രീയക്കാരനല്ല, റെജി ചെറിയാൻ എന്ന എഞ്ചിനീയറിംഗ് രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യവസായി പറയുകയാണ്, ഞാൻ ജനപ്രതിനിധിയായാൽ ശാസ്ത്രീയമായി 6 മാസത്തിനകം കുട്ടനാട്ടിലെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണും. തീർച്ചയായിട്ടും. കാരണം ഇപ്പം നടക്കുന്ന കോടികൾ മുടക്കിയുള്ള പരിപാടികൾ അവിടെ നിർത്തിച്ചുകൊണ്ട് എൻ്റെ നേതൃത്വത്തിൽ ഈ ഡിസൈനുകളും ഇതുമെല്ലാം റീഡിസൈൻ ചെയ്യിപ്പിച്ചുകൊണ്ട് അവിടെ ഇപ്പോൾ അവരിടുന്ന എല്ലാ സപ്ലൈ പൈപ്പുകളാണ്, അതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. എനിക്കറിയാം. കാരണം അവരുടെ അത് ചെയ്യുന്ന കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പഠിച്ചിട്ടുണ്ട്. ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പ്രാദേശിക കുടിവെള്ള പദ്ധതി നമുക്കൊരു ഒരു കുഴൽക്കിണർ അടിക്കാൻ എത്ര ദിവസം വേണം? 10 ദിവസം. അതിൽ നിന്ന് പിന്നെ ഞാൻ പറയുന്നത് ഒരു പഞ്ചായത്തിൽ അപ്പോൾ എത്ര കുഴൽക്കിണറുകൾ വേണ്ടി വരും? ഒരു പഞ്ചായത്തിനെ 4 5 ഭാഗമായിട്ട് തിരിക്കണം. ജനങ്ങൾക്ക് കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് അവർ 20-30 കിലോമീറ്റർ ദൂരെ വണ്ടി ഓടിച്ച് പോയി വെള്ളം എടുക്കുന്നുണ്ട്, കുടിക്കാനുള്ള വെള്ളം. അത് 1 ലിറ്ററിന് 2 ലിറ്റർ കിട്ടുന്നവരും തിരക്കി പോകുന്നവരാ. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അവരെപ്പറ്റി? ഇപ്പം നിങ്ങൾ എല്ലാം കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലത്തെ ജനങ്ങളുടെ ഗതികേടാണ് താങ്കൾ പറയുന്നത്. ഗതികേടാണ്. അവർ പോയി ആ വെള്ളം എടുക്കുന്ന ജനങ്ങളുള്ള നാട്ടിൽ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് ഞാൻ ചിന്തിക്കും, ഈ ജനങ്ങൾ ഇത്രയും പ്രയാസം അനുഭവിക്കുമ്പോൾ അവിടെ ഈ ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത, ഈ അനീതിക്ക് വേണ്ടി സമരം ചെയ്ത ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തനം കാണിക്കാനുണ്ടോ? ജനകീയമായിട്ട് രാഷ്ട്രീയം ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തനം ഇതിനു വേണ്ടി ശബ്ദമുയർത്തി കഴിഞ്ഞ 20 വർഷക്കാലം നിന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ മുമ്പോട്ട് വരണം. താങ്കൾ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഒരു പഞ്ചായത്തിൽ 4-5 സോണുകളായി തിരിച്ച് 4-5 ബോർവെല്ലുകൾ അടിക്കാന്ന് പറഞ്ഞാൽ ഒരു MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഒരു വർഷം വിനിയോഗിച്ചാൽ പൂർത്തിയാക്കാവുന്ന പദ്ധതികളേ ഉള്ളൂ. ഒരു വർഷമൊന്നും വേണ്ട. തീർച്ചയായും ഞാനിപ്പം ചിന്തിക്കുന്നത് എന്തറിയോ, ഈ 20-30 കിലോമീറ്റർ ദൂരത്തിൽ പോകാൻ പറ്റുന്നവർക്ക് അവരുടെ പഞ്ചായത്തിൻ്റെ അവരുടെ വാർഡുകളുടെ നടുക്ക് ഒരിടത്ത് വെള്ളം കിട്ടുമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടെമ്പററി ടാങ്കും ഞാൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വന്ന് കോരിക്കൊണ്ട് പൊയ്ക്കോളൂ. കുടിവെള്ളം മാത്രം മതി അല്ലേ? അവർക്ക് കുടിവെള്ളമല്ലേ, അവർ കൊണ്ടുപോയിക്കോളും. ഇത്രയും കാലം അവർക്ക് കുടിക്കാനും വെള്ളം ഒരു വിലക്ക് മേടിച്ചെങ്കിൽ ആദ്യമേ അവർക്ക് പരിഹരിക്കേണ്ടത് എന്താ?
വിലയ്ക്ക് മേടിക്കാത്ത കുടിവെള്ളം. പിന്നെ ഈ നമ്മൾക്കറിയാം ഇന്നത്തെ കാലം ലോകം വളർന്നില്ലേ, നമ്മുടെ നാട്ടിലെ ആരും വളരുന്ന ലോകത്ത് എന്താണ് വിസ്മയങ്ങളെന്ന് കാണുന്നില്ല, പഠിക്കുന്നില്ല. നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ഒട്ടും പഠിക്കുന്നില്ല, നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഒട്ടും പഠിക്കുന്നില്ല. അവർക്കിത് പഠിക്കേണ്ട കാര്യമില്ല. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു നിയമം ഇവിടെ പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമപുസ്തകം വെച്ച് പഠിച്ച് മുമ്പോട്ട് പോയാൽ മതി ഇവർക്ക്. അവിടെ നാടിൻ്റെ വികസനം അവരാരും ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഇവർക്ക് തോന്നിയില്ല? പല സ്ഥലങ്ങളിലും അവിടെ റോട്ടറി ക്ലബ്ബ് പോലെയുള്ള സംഘടനകളൊന്നും അടിച്ച് കിണറുണ്ട്. അപ്പോൾ അവർ ഞങ്ങൾ കുടിക്കുന്ന വെള്ളം ഇതായിരുന്നു. ഇന്നെന്ത് പറ്റി? 2012 വെള്ളപ്പൊക്കത്തിൽ മൂടിപ്പോയി. ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റും. സർക്കാരിനും ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ടത് കോടികളുടെ പ്രൊജക്റ്റാണ്. ചെറുതിന് താല്പര്യമില്ല. ചെറുകിട പദ്ധതി കൊണ്ട് പരിഹരിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത്, റെജി ചെറിയാൻ ഒരു പ്രവാസി വ്യവസായിയാണെന്ന് വിലയിരുത്തപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ താങ്കൾ നാട്ടിലുണ്ടാകുമോ? കാരണം നമുക്കറിയാം തോമസ് ചാണ്ടിയുടെ കാലത്ത് ജനങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അറിയാം. അദ്ദേഹം ജനകീയ ഇടപെടലുകൾ നടത്തിയിരുന്ന ആളാണെങ്കിലും പലപ്പോഴും അദ്ദേഹം നാട്ടിലുണ്ടാവാൻ. റെജി ചെറിയാൻ താമസിക്കുന്ന സ്ഥിര താമസം എവിടെയാണ്? ഞാൻ താമസിക്കുന്ന പത്തിയൂർ പഞ്ചായത്തിലാണ്. ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ കുട്ടനാടിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന പത്തിയൂർ കായംകുളം നിയോജക മണ്ഡലത്തിൻ്റെ ഒരു വടക്കേ അറ്റത്താണ് എന്ന് പറഞ്ഞാൽ കുട്ടനാട് ചേർന്ന് തന്നെയാണ്. എനിക്ക് ഒരു അരമണിക്കൂർ മതി കുട്ടനാട് വീവരത്തെത്താൻ, കൂടുതൽ സമയമൊന്നും വേണ്ട. അപ്പോൾ കുട്ടനാട്ടിൽ MLA ഉണ്ടാവും. താങ്കൾ ജനപ്രതിനിധിയായാൽ കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് വന്ന് കാണുവാൻ ഒരു ഓഫീസും അവിടെ ഒരു MLAയും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊന്നും ഇല്ലാതെ മാനേജർമാരെ വെച്ച് മണ്ഡലം മാനേജ് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു മുതലാളിയല്ല റെജി ചെറിയാൻ. കുട്ടനാട്ടിലെ ഞാൻ എത്തിച്ചേർന്ന് കണ്ട പാവങ്ങൾക്കെല്ലാം ജനങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ ഒരു മൂന്നാമതൊരാളിനെ വെച്ച് ഞാനൊന്നും ചെയ്യില്ല. ഞാൻ നേരിട്ട് ചെന്ന് കണ്ട് നേരിട്ടാണ് അവരെ ഞാൻ സഹായിക്കുന്നത്. അത് ഇന്നല്ല, 2019 മുതൽ മൂന്നാമതൊരാളിനെ ഏൽപ്പിച്ച് വിട്ടിട്ട് അവർ നാളെ ഞാൻ കൊടുത്തു വിടുന്ന അവിടെ എത്തിയില്ല എന്ന് പറയുന്നതല്ല. ഞാൻ കാലങ്ങളായിട്ട് അതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് എന്നിൽ നിന്ന് ഓരോരുത്തർ മേടിച്ച് ചാരിറ്റി ചെയ്യാൻ പോയവരെയാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചെന്താ, എന്തുകൊണ്ട് എനിക്ക് നേരിട്ട് ചെയ്തുകൂടാ ഈ ചാരിറ്റി? അങ്ങനെയാണോ റെജി ചെറിയാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാകുന്നത്? ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഓരോ വർഷവും എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നു. എന്തിനും ഞാൻ അങ്ങനെ അവരെ കൊടുത്ത് ചെയ്യിപ്പിക്കണം? എനിക്ക് നേരിട്ട് ചെയ്യരുതോ? കാരണം വേറെ ഒരു സ്ഥലത്തും ആവശ്യമില്ലെന്നേ, കുട്ടനാട്ടിലാണ് ആവശ്യമുള്ള ജനങ്ങൾക്ക്. അത് പുറം ലോകം അറിയുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാനിവിടെ കാണുമെന്നുള്ളത്, കുട്ടനാട്ടിൽ കാണുമെന്നുള്ളത് ഒരു കാര്യം ചെയ്താൽ മതി. കഴിഞ്ഞ 5 വർഷത്തെ എൻ്റെ പാസ്പോർട്ട് എടുത്ത് നോക്കിയാൽ മതി. ഞാൻ എത്ര നാൾ ഈ നാട്ടിലുണ്ടായിരുന്നെന്നും എത്ര നാൾ പുറത്ത് പോയെന്ന് നോക്കിയാൽ മാത്രം മതി. കാരണം ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം ഊണും ഉറക്കവും ഇല്ലാതെ നടപ്പിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ഞാൻ ഈ ജനങ്ങളോട് പറയുന്നുണ്ട്. ഞാനൊരു ജനപ്രതിനിധിയായിട്ട് വന്നാൽ എൻ്റെ ശമ്പളം ഞാൻ ബില്ല് സഹിതം, സർക്കാരിൽ നിന്ന് മേടിക്കുന്ന ബില്ല് സഹിതം കൊണ്ടുവന്ന് ഇവിടുത്തെ ക്യാൻസർ രോഗികൾക്ക് മരുന്ന് മേടിക്കാൻ കൊടുക്കും. എൻ്റെ ഡീസൽ പെട്രോൾ അലവൻസ് അതേ രീതിയിൽ തന്നെ ചെയ്യും. ഇനി എനിക്കൊരു അസുഖമുണ്ടായാൽ അതിനെനിക്ക് കിട്ടാൻ റൈറ്റ് ഉണ്ടെങ്കിൽ അതും ഞാൻ മേടിച്ച്, ഞാൻ ജീവിച്ചിരിപ്പില്ലെങ്കിൽ എൻ്റെ മക്കൾ കൊണ്ടുവന്ന് അവിടെ കൊടുക്കും. എനിക്ക് സർക്കാരിൽ നിന്നും ഈ ജനങ്ങളെ, ഈ കുട്ടനാട്ടിലെ ജനങ്ങളെ സേവിക്കുന്നതിനുള്ള ഒരു ശമ്പളവും വേണ്ട. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഈ അസുഖമുണ്ടായാലെന്ന് പറഞ്ഞല്ലോ. നമുക്കറിയാം താങ്കൾക്ക് മുമ്പുണ്ടായിരുന്ന, ഇപ്പോഴത്തേതിന് മുമ്പുണ്ടായിരുന്ന ജനപ്രതിനിധി തോമസ് ചാണ്ടി ശതകോടീശ്വരനായിരുന്നു എന്നാണ്. അദ്ദേഹം പോലും ഞാൻ മനസ്സിലാക്കുന്നത് അവയവ മാറ്റത്തിനായി കോടിക്കണക്കിന് രൂപ സർക്കാരിൽ നിന്ന് മേടിച്ചവരാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു 90 ലക്ഷം രൂപ മേടിച്ചു എന്നുള്ളൊരു ആക്ഷേപമുണ്ട്, വലിയൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദുർമാതൃകകളും താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. ഒരിക്കലുമില്ല. ഒരു MLA എന്ന നിലയിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ ജനങ്ങൾക്ക് കൈമാറുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യത്യസ്തമായ തീർച്ചയായിട്ടും ഒരാശയം മുന്നോട്ട് വെച്ചിട്ടാണ് ആരും ഇന്ന് വരെ. കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധിയല്ലേ. ശമ്പളം മേടിക്കാനാണെങ്കിൽ വേറെ ജോലി ചെയ്താൽ പോരെ. ഞാനും റെജി ചെറിയാനും മാത്രമല്ല, 24 മണിക്കൂർ ആര് ജോലി ചെയ്താലും കാശുണ്ടാക്കാം. ആ കാശുണ്ടാക്കുന്നവരെല്ലാം മുതലാളിമാരെന്ന് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവർ നടന്നു വരുന്ന തീയിൽ കൂടെയാണ്. ആർക്കും വെറുതെ പൈസ കിട്ടത്തില്ല. അത് ചിലപ്പം ഞാൻ ഇനി നാട്ടിലെങ്ങാനും നിന്ന് കുറേ ആൾക്കാരെ കളിപ്പിച്ച് സർക്കാരിനെയും കളിപ്പിച്ചുണ്ടാക്കിയതാണെങ്കിൽ പറയാം. ഞാൻ 47 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെ ചൂടിൽ നിന്ന് ജോലി ചെയ്തതും ഇന്നും നിൽക്കാൻ ഒരു കുഴപ്പമില്ല. രാവിലെ മുതൽ വൈകുന്നേരം ഒരേ നിപ്പ് നിന്ന് ജോലി ചെയ്യിപ്പിക്കാൻ അറിയാവുന്ന വ്യക്തിയാണ്. എന്നും ഒരു സംശയവും ആർക്കുമില്ല.
എന്നെ അറിയാവുന്നവർക്ക്. കാരണം ഞാൻ കുട്ടനാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ പോയിട്ട് അവരോട് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ പറയുന്നതിലുപരി നിങ്ങൾ എന്നെ അറിയാവുന്നവരെ വിളിക്കണം, ചോദിക്കണം. എന്നെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് അവരിൽ നിന്ന് കേൾക്കാനുണ്ടോ എന്നറിയണം. എൻ്റെ നാട്ടിൽ ചോദിക്കണം. ഞാൻ താമസിക്കുന്നത് ഇന്നും എൻ്റെ ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൽ ചോദിക്കണം. എനിക്ക് എവിടെ എറണാകുളത്ത് പോയി താമസിക്കാം, എവിടെ വേണം പറ്റും. പക്ഷേ ഞാൻ എങ്ങും പോയില്ല. എനിക്ക് എവിടെയാണെങ്കിലും എൻ്റെ ഗ്രാമത്തിൽ ഞാൻ ജീവിക്കുന്നു. ആ ഗ്രാമത്തിലുള്ളവരോട് ചോദിക്കാം, ആരാണ് ഈ റജി ചെറിയാൻ, എന്താണ് ഈ റജി ചെറിയാൻ, ഈ റജി ചെറിയാൻ എവിടെ നിന്നെങ്കിലും കിട്ടുന്നത് മേടിച്ച് പോക്കറ്റിൽ വെക്കുന്ന ആളാണോ എന്ന് ചോദിക്കാം. പിന്നെ എൻ്റെ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും എന്നെപ്പറ്റി എഴുതുന്നെങ്കിൽ നോക്കേണ്ടത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ മാത്രം മതി. ആരാണവർ എന്ന് നോക്കിയാൽ മതി. ഒരു പാവപ്പെട്ട ജനവും എൻ്റെ കയ്യിലും എൻ്റെ മുമ്പിൽ ഞാൻ നേരിട്ട് കണ്ട, ഞാൻ നേരിട്ട് സംസാരിച്ച ഒരു വ്യക്തിയും എന്നെപ്പറ്റി ഒന്നും പറയില്ല. കാരണം അവരെന്നെ മനസ്സിലാക്കുന്നു, എന്താണെന്ന് മനസ്സിലാക്കുന്നു, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുന്നു. വെറുതെ 20 വർഷം തോമസ് ചാണ്ടിയെ ജയിപ്പിച്ചിട്ട് അല്ലെ അങ്ങനൊരു ജനപ്രതിനിധിയെ ഉണ്ടാക്കിയിട്ട് ആ തെറ്റ് മൂടി വെക്കുവാൻ റജി ചെറിയാനെ കുറ്റം പറ്റി യാതൊരു കാര്യമില്ല. റജി ചെറിയാൻ മോശക്കാരനാണോ അല്ലയോ ഒരു പ്രാവശ്യം നോക്കണം. മനസ്സിലായി. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. താങ്കൾ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച്, കുട്ടനാട്ടിലെ മറ്റൊരു വലിയ വിഷയമാണല്ലോ ഗതാഗത ബുദ്ധിമുട്ട്. കാരണം തോടിനക്കരെ, ആറിനക്കരെ, കായലിനക്കരെ അവർക്ക് മെയിൻ റോഡിലേക്ക് വരാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം താങ്കൾ ആലോചിച്ച് വെച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ളൊരു പരിഹാരം. കുട്ടനാടിൻ്റെ പ്രകൃതിക്കനുസരിച്ചും അവിടുത്തെ റോഡ് സൗകര്യമില്ലായ്മയിലും നമ്മുടെ നാട്ടിലൊരു കോൺട്രാക്ടർ വന്ന് ഒരു വർക്ക് എടുക്കാനും ആ ഫണ്ട് ഉപയോഗിക്കാനും വലിയ പ്രയാസം. അപ്പം എൻ്റെ ഈ കാലങ്ങളുള്ള എൻജിനീയറിംഗ് പരിചയം വെച്ച് ഞാൻ എന്ത് ചെയ്തു, നമുക്കറിയാമല്ലോ ഇവിടെ ഒരു കേരളത്തിൽ പേരുകേട്ട ഒരു സൊസൈറ്റി ഉണ്ട്, ഊരാളുങ്കൽ, അല്ലേ? അതെ, ഊരാളുങ്കൽ കോർപ്പറേഷൻ കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? അതെ, കേരളത്തിലെ ഏറ്റവും അധികം പ്രോജക്റ്റുകൾ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ചെയ്തിട്ടുള്ളത് ഊരാളുങ്കലാണ്. അപ്പം ഈ ഊരാളുങ്കൽ സൊസൈറ്റി നിയമം വെച്ച് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് 1 കോടി രൂപയുടെ വർക്കിന് ഒരു വ്യക്തി കോട്ട് ചെയ്യുന്ന എമൗണ്ട് 1 കോടിയാണെങ്കിൽ അവർക്കൊന്ന് 10 വരെ കൊടുക്കാം, സർക്കാരിന് 10% കൂട്ടിക്കൊടുക്കാം. ടെൻഡർ ഇല്ലാതെയും വർക്ക് അവാർഡ് ചെയ്യാം. അഡ്വാൻസ് പേയ്മെൻറ്റ് ബോണ്ട് ഗ്യാരണ്ടി വേണ്ട, ബോണ്ട് വേണ്ട. പെർഫോമൻസ്, ഒരു വർക്ക് പെർഫോം ചെയ്യുമെന്നുള്ളതിന് വേണ്ടി പെർഫോമൻസ് ബോണ്ട് കൊടുക്കണം, അതും വേണ്ട. അപ്പോൾ ഈ സൊസൈറ്റി നിയമം ഉപയോഗിച്ചാൽ ഒരു നാടിൻ്റെ വികസനം 100% നടത്താമെന്ന് എൻ്റെ കാലങ്ങളായിട്ടുള്ള പരിചയം വെച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, പുറത്തു ജോലി ചെയ്ത കാലങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള പ്രവാസികൾ അവരെ വെച്ചുകൊണ്ടും നാട്ടിലെ റിട്ടയർഡും നല്ല ആൾക്കാരെ വെച്ചുകൊണ്ടും ഒരു സൊസൈറ്റി രൂപീകരിക്കും. അതിൽ ഞാൻ അതിൻ്റെ ഉപദേഷ്ടാവ് മാത്രമായിരിക്കും, പുറത്തു നിന്നുകൊണ്ടുള്ള. ആ സൊസൈറ്റി ഈ പഞ്ചായത്തുകളിലെ വർക്കുകൾക്കും എല്ലാം ആ സൊസൈറ്റിയുടെ പേരിൽ എടുത്തുകൊണ്ട് ജനകീയ കമ്മിറ്റികൾക്ക് ഈ വർക്ക് കൊടുക്കുന്നതിനും ആ നാട്ടിലെ 1 രൂപ ഉണ്ടെങ്കിൽ അത് 1.5 രൂപയായി കൂട്ടി വൃത്തിയായിട്ട് ആ റോഡ് ഗതാഗതം ഉള്ളത് വൃത്തിയാക്കാനും അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. ഒന്നത്. 2, നമുക്കറിയാം കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വീട്ടിൽ നമ്മൾ ചെന്നാലും മുമ്പിൽ ഒരു ആറ് അല്ലെങ്കിൽ തോട് അല്ലെങ്കിൽ ബാക്കിൽ കായൽ, ഇതില്ലാത്ത വീടുകളോടെ കുറവാണ്. അപ്പം ഏറ്റവും നല്ല യാത്ര ജലഗതാഗതമാണ്. അവിടെ ഇപ്പം രാത്രിയിൽ 6 മണി കഴിഞ്ഞാൽ ഇവർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഈ പാവങ്ങൾക്ക് 6 മണി കഴിഞ്ഞാൽ ഒരാൾക്കൊരു അറ്റാക്ക് വന്നാൽ രാവിലെ വരെ അവർ കുത്തിരിക്കണം. ദൈവം ജീവൻ കൊടുത്താലുണ്ട്, അല്ലെങ്കിൽ മരണം. ഇതാണ് അവരോട് ചെല്ലുമ്പോൾ എല്ലാവരും പറയുന്നത്. അതാണ് ജലഗതാഗതം 6-ന് ശേഷം ഉപയോഗിക്കാൻ പാടില്ല. 6 മണിക്ക്. കാരണം 6 മണി കഴിഞ്ഞാൽ മീൻപിടുത്തക്കാർ വലയിട്ടേക്കുന്നത് കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറയും. അപ്പം പിന്നെ എന്താ ചെയ്യണ്ടേ? അവിടെ കായലും കടലും നമുക്കെല്ലാവർക്കും അവകാശപ്പെട്ട അവിടെ മീൻപിടുത്തക്കാർക്ക് വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ പ്രത്യേക സ്ഥലവും, ഇത് യാത്ര ചെയ്യാൻ ഒരു സോളാർ ലൈറ്റ് ഇട്ട് എല്ലാ വില്ലേജിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു റൂട്ടും വാട്ടർ റൂട്ട് എല്ലാ വില്ലേജിൽ നിന്നും എവിടെ നിന്ന് ഇറങ്ങി വരാൻ പറ്റും. അവിടെ സോളാർ ലൈറ്റ്, നമുക്കറിയാം വലിയ ചിലവില്ല ഇന്നത്തെ കാലത്ത്. സോളാർ ലൈറ്റിട്ട് റൂട്ടുണ്ടാക്കിയാൽ ഈ ലൈറ്റ് നോക്കി ഇവർക്ക് മെയിൻ റൂട്ടിലെത്താനും. റൂട്ട് എന്ന് പറയുന്നത് ട്രാക്കാണോ? ട്രാക്ക്, സോളാർ വെള്ളത്തിലെ ട്രാക്ക്, വെള്ളത്തിലെ സോളാർ ലൈറ്റുള്ള ട്രാക്ക്. ഇത് ലൈറ്റ് നോക്കി ഇവർക്ക് ഓടിച്ചു വന്നാൽ മതി.
റൺവേയിലേക്ക് പ്ലെയിൻ ഇറങ്ങുന്ന അതേ സംവിധാനത്തിൽ അതേ സംവിധാനം ലൈറ്റ് വാട്ടർ ട്രാക്കുകൾ. അവിടെ നിന്ന് ഇത് നമ്മൾ ഇത്രയും ഉപയോഗിക്കുമ്പോൾ ഹൗസ് ബോട്ട് ഓടുന്ന മെയിൻ കായൽ ഇതുണ്ട്, തോടുകളുണ്ട്, ആറുകളുണ്ട്, കായലിൽ നിന്ന് വന്ന് കയറുന്നുണ്ട്. ഇതിനും ഹൗസ് ബോട്ടുകൾ കാരണം ടൂറിസമാണ് കുട്ടനാടിൻ്റെ ഈ കുട്ടനാട് നിയോജകമണ്ഡലത്തിനെ ഏറ്റവും കൂടുതൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരാനും അവിടുത്തെ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുവാനും പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ എന്ത് ചെയ്യണം? ഹൗസ് ബോട്ടുകൾ 10 മണി വരെ ഓടണം രാത്രി. ഇപ്പോൾ 6 മണിക്ക് 6 മണി കഴിഞ്ഞാൽ അവിടെ നിന്ന് വന്ന് കയറുന്ന ടൂറിസ്റ്റ് പിന്നെ അവൻ്റെ ജീവിതത്തിൽ ആലപ്പുഴ വരത്തില്ല. കാരണം 6 മുതൽ രാവിലെ വരെ അവൻ കൊതുവിൻ്റെ കടി കൊണ്ടിരിക്കണം. ഇത് 10 മണി വരെ ഓടുവാണെങ്കിൽ അത് അവൻ ആഹാരവും കഴിച്ച് തിരിച്ചു വന്ന് കിടക്കുമ്പോഴത്തേക്ക് അവൻ ക്ഷീണിച്ച് അവൻ കിടന്ന് ഉറങ്ങിക്കൊള്ളും. പക്ഷെ ഇന്നത് നടക്കുന്നില്ല. ആ ടൂറിസം മേഖല നശിക്കുകയാണ്. അതിനെ വളർത്തണമെങ്കിൽ എന്ത് വേണം? ഈ ട്രാക്ക് ഇട്ട് ഹൗസ് ബോട്ടുകൾ 10 മണി വരെ ഓടണം. ഇത് ഓടുമ്പോൾ എന്ത് വേണം? ടൂറിസം പോലീസുണ്ട് അല്ലേ? ടൂറിസം പോലീസ് എന്ത് ചെയ്യണം? അവർ നോക്കണം, അവരുടെ നിയന്ത്രണത്തിൽ അഴുക്കാക്കരുത്, കായലിൽ മീൻ പിടിക്കുന്നവരുടെ ഈ റൂട്ട് അവർ മാറരുത്. രാത്രി ആയാൽ 6 മണി കഴിഞ്ഞാൽ ഈ റൂട്ടിൽ കൂടെ ഓടാവുള്ളൂ. 20 മീറ്റർ വീതിയിൽ അല്ലെ 10 മീറ്റർ വീതി റൂട്ട് കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. വൺ വേ ആക്കിയാൽ മതി. ഈ റൂട്ടിലോട്ട് എന്ത് ചെയ്യാം? പ്രാദേശികമായിട്ടുള്ള ഈ ജനങ്ങൾക്ക് വന്ന് കയറിയിട്ട് സ്പീഡിൽ ഓടിച്ച് അവർക്ക് ആലപ്പുഴ എത്താം. 20 മിനിറ്റ് 25 മിനിറ്റ് ഉണ്ടാവും ആലപ്പുഴ എത്താം. റോഡിൽ കൂടെ പോകണമെങ്കിൽ അവർക്ക് 1 മണിക്കൂർ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രാ സൗകര്യം, ഈ 2 കാര്യം, പിന്നെ തോടുകളുടെ ആഴവും പായലും, ഇതിനൊക്കെ നമ്മൾ ലോകം കണ്ടതാണ്. ഇതിനൊക്കെ ഇതെല്ലാം എങ്ങനെ ചെയ്യും എന്നൊരു ബുക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പരിഹാരം പറയുന്ന ഒരു ബുക്ക്ലെറ്റ് താങ്കൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ബുക്ക് ഒരു 2-3 ദിവസത്തിനുള്ളിൽ അത് ഞാൻ റിലീസ് ചെയ്യും. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെ ജനങ്ങൾക്ക് അത് വായിക്കാൻ അവർക്ക് കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ഒരുപാട് പദ്ധതികൾ താങ്കൾ പ്രായോഗികമായി കേരളത്തിൻ്റെ ഒരു എക്കോ സിസ്റ്റം വെച്ചിട്ട് നമുക്കറിയാം. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു, ട്രേഡ് യൂണിയൻ റെസിസ്റ്റൻസ് ഉണ്ട്, പരിസ്ഥിതിവാദികളുടെ പ്രശ്നങ്ങളുണ്ട്, പ്രാദേശികമായ സമ്മർദ്ദങ്ങളുണ്ടാകും. ഇതൊക്കെ വെച്ച് കുട്ടനാട്ടിൽ ഇതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ പറ്റുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? ഇത് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ? ഇതെന്ത് നമ്മൾ ചെയ്യുന്നതും ജനജീവിതത്തിന് വേണ്ടിയല്ലേ? പക്ഷെ അത് പല പദ്ധതികളും അങ്ങനെ അട്ടിമറിക്കപ്പെടാറുണ്ട്. അങ്ങനെ അതിനാണ് ഈ 20 വർഷം അനുഭവിച്ച ജനങ്ങളല്ലേ, അവരെ ജനകീയമായിട്ട് കൂട്ടാനാണ് ജനപ്രതിനിധി ഉള്ളത് അല്ലേ? അങ്ങനെ കൂട്ടനിർത്തി മുന്നിലിറങ്ങി നിന്ന് നടത്തിയെടുക്കുന്നത് ഒരു തൻ്റെ ഇടമാണ്. തീർച്ചയായിട്ടും. അല്ലെ പിന്നെ ഇതുകൊണ്ടിരിക്കത്തില്ല. അന്നേരം ഇതിട്ടിട്ട് എനിക്ക് എൻ്റെ ജോലി വേറെ ചെയ്താൽ പോരെ, എന്തിനാ എൻ്റെ പുറകെ നടക്കേണ്ട കാര്യം? ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജനങ്ങളുടെ പ്രാഗ്യാണോ? അവർ നമുക്ക് വേണ്ടി അവർ എന്നും പ്രാർത്ഥിക്കണം, നമ്മുടെ ആയുസ് കിട്ടാൻ വേണ്ടി, കൂട്ടിക്കിട്ടാൻ വേണ്ടി. ആ ആഗ്രഹമേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നിന്ന് ഞാൻ എന്തെങ്കിലും പ്രതീക്ഷിച്ചു. പിന്നെ മുതലാളിമാർ കുട്ടനാട്ടിൽ, ഈ കുട്ടനാട്ടിൽ എല്ലാവരും പറയും മുതലാളിമാർ കുട്ടനാട്ടിൽ ഇറങ്ങി കുട്ടനാട് നശിപ്പിച്ചു. ഞാൻ ചോദിക്കുന്നേ, കുട്ടനാട്ടിൽ വികസനം നടന്നെങ്കിലല്ലേ അഴിമതി നടത്താൻ പറ്റൂ അല്ലേ? എന്ത് വികസനം നടന്നിട്ടുണ്ട് ഇത്രയും കാലമായിട്ട്? അപ്പോൾ വികസനം നടക്കാത്തതിനും അറിവില്ലായ്മയ്ക്കും എതിരെ എന്താ ചോദ്യം ചെയ്യാൻ പഠിക്കണം. ഞാൻ ചെല്ലുന്നിടത്ത് ഞാൻ പറയുന്നുണ്ട്, ഞാനാണേലും ഏതൊരു വ്യക്തിയാണേലും നാളെ മുതൽ നിങ്ങൾ തടഞ്ഞു നിർത്തണം. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ജനപ്രതിനിധി. അതില്ലെങ്കിൽ നിങ്ങൾ തടഞ്ഞു നിർത്തണം. ഒരു കാര്യം കൂടെ ഉണ്ട്, 4.3 ലക്ഷം കോടി രൂപ കടത്തി കിടക്കുന്ന സർക്കാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അടുത്തൊരു സർക്കാർ വന്നാലും എന്തോ ചെയ്യും? അപ്പോൾ എന്താ വേണ്ടേ? ചൂരന്മല ദുരന്തം ഉണ്ടായി ഇല്ലേ? സർക്കാരിൻ്റെയാണോ 750 കോടി മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലുള്ള? അല്ല, ജനങ്ങളുടെയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കഷ്ടപ്പാടാൻ സഹായിക്കാൻ നമ്മുടെ നാട്ടിലുണ്ട് ജനങ്ങളല്ലേ? അവരെ കൂട്ടുനിർത്താൻ, അവരെ കൊണ്ടുവരാൻ, അവരോട് പറഞ്ഞു കൊടുക്കാൻ, ഈ നാട്ടിലെ ഓരോ വാർഡിലെ അല്ലെ ഓരോ ഗ്രാമത്തിലെ പ്രശ്നങ്ങൾ പുറത്ത് കാണിക്കാൻ, ആ സഹായം മേടിച്ചു കൊണ്ടുവന്ന് അത് വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കാൻ, അല്ലെ ചെയ്യിപ്പിച്ചു കൊടുക്കാനുള്ള കഴിവ് ജനപ്രതിനിധിക്കുണ്ടാവണം. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ശുദ്ധജലം ഉറപ്പുവരുത്തുന്ന റോഡ് സൗകര്യങ്ങളും വാട്ടർ ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളും ഉറപ്പ് കൊടുക്കുന്ന, ടൂറിസത്തിനൊരു മാതൃകയാക്കുന്ന, ഒരു റോൾ മോഡലായിട്ടുള്ള കുട്ടനാടിനെ പടുത്തുയർത്തുന്ന വാക്ക് കൊടുത്തുകൊണ്ടാണ് റെജി ചെറിയാൻ ജനങ്ങൾക്കിടയിൽ. തീർച്ചയായിട്ടും അതിന് റെജി ചെറിയാൻ എത്ര അവസരം വേണ്ടി വരും? ഒരു ടേം കൊണ്ട് താങ്കൾക്ക് സാധിക്കും? എൻ്റെ ഒരു ടേം കൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ച് മതിയെന്നേ. പിന്നെ അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഒരു ടേമിൽ ഇപ്പോൾ പറയുന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒറ്റ ടേമിൽ പൂർത്തിയാക്കുന്ന പറയുന്നത്. ആരാണെന്ന് പറഞ്ഞാലും ഏത് മന്ത്രിസഭയാണെന്ന് പറഞ്ഞാലും അത് ചെയ്തിട്ട് റെജി ചെറിയാൻ ഇരിക്കത്തുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിന് ജനകീയമായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം.
ഇവിടുത്തെ കൃഷിക്കാരൻ രക്ഷപ്പെടേണ്ടത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ മറ്റുള്ള ജനങ്ങൾക്ക് ആഹാരം കഴിക്കാനല്ലേ. ഇപ്പം നമ്മൾ പറയുന്നത് കുട്ടനാടിൻ്റെ ജനങ്ങളുടെ ഏറ്റവും ആവേശം എന്തോ വള്ളംകളിയല്ലേ. അതെ അതെ. നമ്മളെല്ലാവരും പോയി കണ്ട് ആസ്വദിക്കുന്നില്ലേ? എല്ലാ ഗ്രാമങ്ങളിലെയും എല്ലാ പഞ്ചായത്തിലെയും ചെറു വള്ളംകളിയും ഒരു വലിയ വള്ളംകളി എല്ലാം കണ്ട് ആസ്വദിക്കുന്നില്ലേ? ക്ലബ്ബുകൾ അവരുടെ രക്തത്തിലാണ് അതെല്ലാം ഉള്ളത്. അവരെങ്ങനെ ജീവിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ ഈ വള്ളംകളി കഴിഞ്ഞിട്ട്? അത് നടത്തിക്കൊണ്ട് പോകുന്നവരും എല്ലാം കടക്കണിയില്ല. എന്തെങ്കിലും ഞങ്ങളെക്കൂട്ടുള്ളവരെ നിന്ന് മേടിച്ചിട്ടാണ് അവർ ഇത് നടത്തുന്നത്. പക്ഷേ അത് കഴിയുമ്പോഴും അവർ ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കണിയില്ല. നെഹ്റു ട്രോഫി മേടിച്ചുകൊണ്ട് പോകുമ്പോൾ എല്ലാവരും അവരെ വളരെ ഇതായിട്ട് ആശംസിക്കും. പത്രത്തിൽ വരും, എല്ലായിടത്തും വരും. പക്ഷേ ഈ പാവങ്ങൾ വള്ളസമിതിയും വള്ളംകളി ക്ലബ്ബും കടക്കണിയില്ല. അവരുടെ വീട് മുതൽ ഓരോരുത്തർ ഇതിൻ്റെ ആവശ്യത്തിൽ അവർ ആധാരം വരെയാണ് പണയം വെക്കുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാവണം. ഈ വള്ളംകളി നടത്തേണ്ട രീതിയിൽ നടത്തുകയും വേണം. അതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ട് ജനങ്ങൾക്ക് ഇത് നടത്തുന്നവർക്ക് കടവും മേടവും ഉണ്ടാവരുത്. ഇറങ്ങി പുറപ്പെടുന്നവന് മെച്ചം കിട്ടണം. അവന് ലാഭം വേണ്ട, അവനെ കടക്കണിൽ നിന്ന് രക്ഷിക്കണം. അവൻ്റെ ഒരു ആവേശമാണ്, അവൻ്റെ ഒരു ഉത്സവമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ബാധ്യത ഉണ്ടാവരുത്. ഞാൻ അവസാനമായി, നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല, ഒറ്റ ചോദ്യം കൂടി. രജി ചെറിയാൻ എന്ന ബിസിനസ് താല്പര്യമുള്ള വ്യവസായി ഇനി പൊതുരംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഇനി ബിസിനസ്സിലേക്കൊരു മടങ്ങിപ്പോകൽ ആഗ്രഹിക്കുന്നുണ്ടോ, അതോ പൊതുരംഗത്ത് തുടരാൻ തന്നെയാണോ തീരുമാനം? ഇല്ല, എനിക്കെൻ്റെ ദൈവം, ഞാൻ ഈ കഷ്ടപ്പാടിലൂടെ എനിക്കെൻ്റെ ദൈവം തരേണ്ടതെല്ലാം തന്നു. ഇനി ഞാൻ ആർക്ക് എൻ്റെ 2 ആമക്കളെ എനിക്ക്, അവർ 2 പേർക്കും ഉള്ളതും അവർ 2 പേരും കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് എന്നിൽ നിന്ന് പഠിച്ചു. എന്നേക്കാൾ കൂടുതൽ അവർ 24 മണിക്കൂറും ജോലി ചെയ്യാൻ സന്നദ്ധരായിട്ട് അവർ ഗ്രൗണ്ടിലുണ്ട്. ഞാൻ പിന്നെ എന്തിനാണ്? അപ്പോൾ ഇനി പൊതുജീവിതത്തിലായിരിക്കും തീർച്ചയായിട്ടും ജനങ്ങൾക്കൊപ്പമായി അവരുടെ കൂടെ നിന്ന് ആയിരിക്കും ജീവിതം തീർക്കുന്നത്, അല്ല വേറൊന്നുമല്ല. എന്ത് ചെയ്യാൻ പറ്റുമോ എല്ലാം ചെയ്തു കൊടുത്തിരിക്കും. ചെയ്തു കൊടുത്തില്ലെങ്കിൽ എന്നെ റോഡിൽ കാണാം, അവർക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കുട്ടനാടിന് ശാപമോക്ഷം കൊണ്ടുവരുന്ന ഒരു ജനപ്രതിനിധിയായിരിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ, ജനങ്ങൾ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും. തീർച്ചയായും ജനങ്ങളുടെ പ്രാർത്ഥനയും അവരുടെ അനുഗ്രഹവും അതുണ്ടോ ഇതെല്ലാം നടക്കും. അതങ്ങേക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും. നന്ദി.